ഒരുപക്ഷെ മലയാളിയായിട്ടുള്ള ഷീലാമ്മ തമിഴിലൂടെയാണ് ഇങ്ങോട്ട് വന്നത് അല്ലേ? തമിഴിലാണ് വന്നത്. MGR മൊത്ത് പാശം, അതൊക്കെ ഓർമ്മയുണ്ടോ? ഓർമ്മ ഒരു സിനിമയെക്കുറിച്ച് ഒന്നും മറക്കില്ല. പ്രധാനപ്പെട്ട ചില കാര്യം, ഓരോ അനുഭവങ്ങളും ഒരു ദുരനുഭവങ്ങളും ഷീലാമ്മ മറക്കില്ല. എനിക്ക് സിനിമയിൽ വന്ന ഒരു ദുരനുഭവങ്ങളും ഇല്ല. മലയാള സിനിമയിൽ വന്നതിന് ശേഷം തമിഴിലാണ് ഞാൻ ആദ്യം വന്നത്. പക്ഷേ തമിഴിൽ നിൽക്കാനൊക്കില്ല. എന്താ? എൻ്റെ അമ്മ വളരെ സ്ട്രിക്റ്റാണ്, അത്ര മനസ്സിലാക്കിയാൽ മതി. വളരെ സ്ട്രിക്റ്റാണ്. മലയാളത്തിൽ വന്നപ്പോൾ എൻ്റെ 2 കൈയും നീട്ടി എൻ്റെ മലയാളികൾ സ്വീകരിച്ചു. ഞാൻ നല്ല രീതിയിൽ നല്ലൊരു കുട്ടിയായിട്ട് കല്ല് കഴിച്ച പോലെ തമിഴിൽ നിൽക്കാൻ പറ്റില്ല, എൻ്റെ അമ്മ സ്ട്രിക്റ്റാണ്. എന്താ ഷീലാമ്മേൻ്റെ അർത്ഥം? ജോൺ ബ്രൂട്ടസ് ഇത്രയും വലിയൊരു ബുദ്ധിമാനല്ലേ. എത്ര പേരും ഈ മന്ത്രക്കോല് കൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന ആൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവണം. നമ്മുടെ പ്രേക്ഷകരെക്കാൾ നിങ്ങൾക്ക് കഴിവുള്ള ആളല്ലേ, നിങ്ങൾ മനസ്സിലാക്കണം. മലയാളം എൻ്റെ അമ്മയാണ്, മലയാള സിനിമ എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയെപ്പോലെ എന്നെ 2 കൈ കൊണ്ട് എന്നെ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെടാത്ത, എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്ത എല്ലാ കാര്യങ്ങളും തന്നെ ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഞങ്ങളെ നല്ല രീതിയിൽ കൊണ്ട്. തമിഴ് ഒരിക്കലും ഷീലാമ്മയ്ക്ക് കംഫർട്ടബിൾ അല്ലായിരുന്നു. പിന്നെ വേഷങ്ങൾ പോലും ഞാൻ കുറച്ച് കാണാൻ ഇച്ചിരി വണ്ണവും തടിയൊക്കെ ഉള്ളത് കാരണം എന്നെ ഗ്ലാമർ ഉള്ളിലേക്ക് പിന്നെ ശ്രമിച്ചു അവർ, ഗ്ലാമറായിട്ട്. ഷീലാമ്മയുടെ മാതകത്വത്തെ അത് മാത്രം, അതും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു മാതക റാണിയായി മാറ്റാൻ ശ്രമം, അതും എനിക്കിഷ്ടമല്ല. അല്ല, ഒരു മാതക റാണി എന്നുള്ളൊരു പരിവേഷം ഒരുപക്ഷെ നടിക്ക് ഗുണകരമായിരിക്കില്ലേ? ഗുണകരമല്ല, എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ മലയാളത്തിൽ വന്നപ്പോൾ എനിക്ക് നല്ല ക്യാരക്ടേഴ്സോടുകൂടി നല്ല ഗ്ലാമറായിട്ട് കാണിച്ചു തന്നെ. രണ്ടും വേണം. നല്ല ക്യാരക്ടറായിരുന്നു, നല്ല ഗ്ലാമറും ആയിരുന്നു. ഇപ്പോൾ കള്ളിച്ചെല്ലമ്മേലെടുത്താലും ആ മുണ്ടും ഇതും കെട്ടിക്കൊണ്ട് വരുമ്പോൾ ഒരു ഗ്ലാമറും വേണം, അഭിനയമുണ്ട്, കഥയുമുണ്ട്. അങ്ങനെ ഒരു ഇത് വേണം ഞാൻ മലയാളത്തിൽ എൻ്റെ അമ്മയായിട്ട്, മലയാള സിനിമ എൻ്റെ തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് ചുവട് മാറിയത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഷീലാമ്മ മലയാളികളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചത്. അതെ. എനിക്ക് നമ്മുടെ നാട്ടിൽ എൻ്റെ അമ്മ പറയും, പുലിക്ക് വാലായിരിക്കുന്നതിനേക്കാൾ നല്ലത് പൂച്ചയ്ക്ക് തലയായിരിക്കുന്നല്ലേന്ന്. അല്ലേ? കുറച്ച് സാമ്പത്തികമായിട്ട് നഷ്ടം ഉണ്ടായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു. ആ ഇടയ്ക്ക് ഒരു പടം, അത് ചെമ്മീൻ എന്നെ ബുക്ക് ചെയ്യാൻ വരുമ്പോൾ MGRയുടെ കൂടെ ഹീറോയിനായിട്ടൊരു പടം വന്നു. അപ്പോൾ ഞങ്ങൾ കൺഫ്യൂഷൻ, കാരണം ചെമ്മീന് കാൾ ഷീറ്റും കൊടുത്തു പോയി, അഭിനയിക്കാൻ പോകുന്നു. അപ്പോൾ ഇവിടെ ആണെങ്കിൽ MGR എന്ന് പറഞ്ഞ വലിയ ആളാണ്. അപ്പോൾ MGR എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ തക്ക രീതിയിലുള്ള എനിക്ക് ബുദ്ധി വന്നു. അപ്പോൾ ഞങ്ങൾക്ക് പറയുന്നത്, അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ മലയാളം, എനിക്കും ഒരുപാട് മലയാളം, ഞാൻ ചെമ്മീൻ വായിച്ചിട്ടുണ്ട്, ഒരുപാട് മലയാളം. എനിക്ക് കേരളത്തിൽ വരണം, മലയാളത്തിൽ അഭിനയിക്കണമെന്നായിരുന്നു ആഗ്രഹം. അത് കാരണം ഞങ്ങൾ ആ പടം വേണ്ടെന്ന് വെച്ചിട്ട് ഈ പടത്തിൽ അഭിനയിച്ചു. അത് കാരണം എനിക്ക് കുറച്ച് കാലങ്ങളുടെ തമിഴ് പടങ്ങൾ പോലും നഷ്ടപ്പെട്ടു. ഒരുപക്ഷെ മലയാളത്തിൽ ഷീലാമ്മയ്ക്ക് ഒരുപാട് നല്ല റോളുകൾ നൽകിയ ഒരാൾ ഷീലാമ്മയോട് സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുക. നോക്കിക്കളെ, ഞാൻ ഡയറക്റ്റ് ചെയ്ത പടങ്ങളായ ഒരു പെണ്ണിൻ്റെ കഥ, അടിമകൾ, വാഴ്വേമായം, ചുക്ക്, അനുഭവങ്ങൾ, പാളിച്ചകൾ, കൽപ്പന, ഇങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ വൈവിധ്യമാർന്ന വേഷങ്ങളാണ് അവർ ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്തുകൊണ്ട് അവർക്ക് ഈ ചിത്രങ്ങൾ ഒന്നൊന്നും നാഷണൽ അവാർഡ് കിട്ടിയില്ല? അതൊരു ഭയങ്കര വിഷമമുള്ളൊരു കാര്യമായിരുന്നു ഞങ്ങൾക്കൊക്കെ. കാരണം നാഷണൽ അവാർഡ് കിട്ടിയ ബെസ്റ്റ് ആക്ട്രസ് എന്ന് പറയുന്ന അവാർഡ് കിട്ടിയ ആൾക്കാരുടെ പെർഫോമൻസിനെക്കാട്ടിൽ എത്രയോ ഗംഭീരമായിരുന്നു ഷീലയുടെ പെർഫോമൻസസ്. സേതുമാധവൻ സാർ, ഒരു പറഞ്ഞതിലെന്തോ ഒരു കാര്യമുണ്ട്. അതെ, ഞാൻ പറയട്ടെ, ഞാനൊരു ഒറ്റപ്പെട്ട ആളാണ്. ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറയുന്നൊരു ഒറ്റപ്പെട്ട ആളാണ്. എനിക്ക് വേണ്ടി വർക്ക് ചെയ്യാനായിട്ടോ എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് പോയി ചെയ്യാനായിട്ടോ എനിക്ക് ആരുമില്ല. ഈ അവാർഡെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഓടി വന്ന് കൊടുക്കുന്ന ഒരു കാര്യമല്ല എന്ന് ഞാൻ കുറേ കാലം കൊണ്ട് ഞാൻ മനസ്സിലാക്കി. അന്നൊക്കെ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് വേണമായിരുന്നു.